ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സഹിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം സഹിച്ചു. പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും? പുറത്തു വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യും? ഇങ്ങനെ ഒരു ചിന്തയുള്ളതുകൊണ്ട് മാത്രം ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇനി അതല്ല, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും എന്നുള്ള ഒരു തോട്ട് ഉള്ളതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് വരും എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ വാച്ചിങ് മീ, സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് യുവർ സെൽഫ് ടു ലീവ് ദിസ് ടോക്സിക് ആൻഡ് അൺഹെൽത്തി സ്പേസ്. ആദ്യം തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ശരിക്കും ടോക്സിക് ആണോ അതോ നമ്മളിത് ഓവർ തിങ്ക് ചെയ്യുകയാണോ എന്നുള്ളൊരു കാര്യം ഐഡന്റിഫൈ ചെയ്യുക. അടുത്തത്, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ശരിക്കും നമുക്ക് യോജിച്ചതാണോ അതോ ഈ ആളെ പറ്റി നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജുമായിട്ടാണോ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉള്ളത് എന്നുള്ളൊരു കാര്യം അനലൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്, മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു കാര്യം കൂടി സ്വയം മനസ്സിലാക്കി അതിനാദ്യം നമുക്കൊരു ക്ലാരിറ്റി വരുത്തുക. അതിന് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യുന്നതുമൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്കിതിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, തിരിച്ചൊരിക്കലും ആ സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മളെ അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കോൺഫിഡൻ്റ് ആയിട്ട് അതിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാനും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ആ പാർട്ട്ണറിൽ ഒരുപാട് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ പോലും റിയലൈസ് ചെയ്യാതെ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഇവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ റെഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഉള്ള ആ കമ്മ്യൂണിക്കേഷനും ബോണ്ടും ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കണം. ഈ പാർട്ട്ണർ ഇല്ലാത്ത ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്സ്, ഈ പാർട്ട്ണറുമായിട്ട് കോമൺ ഫ്രണ്ട്സ് ഇല്ലാത്ത ഒരു സോഷ്യൽ സർക്കിൾ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതൊന്നും പറ്റിയില്ല എങ്കിൽ ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറപ്പിസ്റ്റിനെ കണ്ടുപിടിക്കുക. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു ഒറ്റപ്പെടലായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മളെ ഇമോഷണലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനൊരു സർക്കിൾ നമ്മൾ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഇതിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു ഒറ്റപ്പെടലും ബുദ്ധിമുട്ടും ഒക്കെ ഓവർകം ചെയ്യാൻ നമ്മുടെ ഈ സർക്കിൾ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആണ്. ഇപ്പോഴത്തെ കാലത്ത് അത് എല്ലാവരുടെയും കേസിൽ ആപ്ലിക്കബിൾ ആണോ എന്നില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിൽ ഇമോഷണലി മാത്രമല്ല ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ സൈഡ് സേഫ് ആക്കി വെക്കുക. ഇനി ഒരിക്കലും ആ പഴയ സാഹചര്യത്തിലേക്ക് തിരിച്ചു പോവാതിരിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം, ചെറുതാണെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകം ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തൊരു സിറ്റുവേഷൻ ആണ്, നമ്മൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചിലപ്പോൾ റെഗുലർലി കാണേണ്ട വരുമായിരിക്കും, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ക്ലിയർ ആയിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഫിസിക്കലായിട്ടുള്ള ബൗണ്ടറീസ് മനഃപൂർവ്വമായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതൊന്നും സാധിച്ചില്ല, കണ്ടേ പറ്റുള്ളൂ, കൂടെ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ലിമിറ്റ് വിട്ട് ഓവറായിട്ട് നമ്മുടെ ഇമോഷണൽ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക. വളരെ പൊളൈറ്റായിട്ട് കോപ്പറേറ്റീവായിട്ട് നമ്മൾ ആ ആളുടെ കൂടെ ജോലി ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഓവർ ഫ്രണ്ട്ലി ആവണ്ട. നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത് നമ്മുടെ ലിമിറ്റ് വെച്ച് തന്നെ വർക്ക് ചെയ്ത് കാര്യങ്ങൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം ഒരുപാട് ഇമോഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ തിരിച്ചു പോകണം എന്ന് ആലോചിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യുക. എന്തിനാണ് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നത് എന്നുള്ള കാര്യം. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി അലോൺ ദാൻ വിഷിംഗ് ഇഫ് യു വർ അലോൺ. സോ സ്റ്റേ ഹാപ്പി.